ഹലോ ഗൈസ്, ഒടുവിൽ അങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് അടുക്കളയിൽ കയറാൻ വേണ്ടി പറയുന്നുണ്ട്. രേവതി അടുക്കളയിൽ കയറി സഹായിക്കാൻ വേണ്ടി പറയാണ്. ചന്ദ്രമതിക്ക് ശ്രുതിയോടുള്ള പെരുമാറ്റത്തിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് വരികയാണ്. അതായത് ഏകദേശം രേവതിയെ കാണുന്ന പോലെ തന്നെ ശ്രുതിയോട് പെരുമാറാൻ തുടങ്ങുകയാണ്. ഇത് വേറൊന്നിനും അല്ലട്ടോ, ചന്ദ്രമതിയുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് രേവതിയെ പോലെ തന്നെ ശ്രുതിയെ കണ്ടുകൊണ്ട് ശ്രുതിയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുക. അങ്ങനെ ശ്രുതിയെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ശ്രുതിക്ക് എന്ത് തോന്നും, അച്ഛനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണമെന്ന്. ആ ഒരു പ്ലാനാണ് ചന്ദ്രമതിയുടെ മനസ്സിൽ. എന്തായാലും ആ പ്ലാൻ വർക്ക്ഔട്ട് ആക്കാൻ നിൽക്കാണ് ചന്ദ്രമതി. അതിനുവേണ്ടി ആദ്യം തന്നെ ശ്രുതിക്ക് 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ്, നമ്മൾ കാണാൻ ആഗ്രഹിച്ച എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ശ്രുതിയാണെങ്കിൽ ഇന്നലത്തെ ചടങ്ങ് കാരണം നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നേരെ ഉറങ്ങി ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഇന്നിപ്പോ ഒരു മൂഡില്ല പാർലറിൽ പോവാന്. തൽക്കാലം പാർലറിലോട്ട് വിളിച്ച് ലീവ് പറയാം. എനിക്കൊന്ന് കുറച്ചു നേരം കിടന്നുറങ്ങണം. എന്തായാലും ആദ്യം പാർലറിലോട്ട് വിളിച്ച് ലീവ് പറയാം. എന്നിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് ഒരു കോഫിയും വാങ്ങി കുടിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങണം. ഇതും പറഞ്ഞ് ശ്രുതി ഫോൺ എടുത്തോണ്ട് പാർലറിലോട്ട് വിളിക്കുകയാണ്. ഹലോ മാഡം. ദീപ്തി, എനിക്കിന്ന് വരാൻ പറ്റില്ല, ഞാൻ ഇന്ന് ലീവാണ്. എന്തു പറ്റി മാഡം? എനി പ്രോബ്ലം? വേറെ കുഴപ്പമൊന്നുമില്ല, ഇന്നലെ ചടങ്ങ് കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണം. ഓക്കെ മാഡം, ടേക്ക് കെയർ. ശരി. ഇതും പറഞ്ഞ് ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബെഡിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴോ ശ്രുതിയാണെങ്കിൽ നല്ല പൊതച്ച് മൂടിയിട്ട് മഴയത്ത് നല്ല സുഖത്തിൽ കിടന്നുറങ്ങാണ്. ഇത് കണ്ടപ്പോ ശ്രുതി പറയുന്നുണ്ട്, ഒന്നും അറിയണ്ട, കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ പൊതച്ചു മൂടി കിടക്കുക. അതിനെങ്ങനെയാ അധ്വാനിച്ച് ജീവിക്കണമെന്നില്ലല്ലോ. മറ്റുള്ളവരുടെ കാശിലേക്ക് നോക്കിയാ ആ തള്ളി ഇവരെയൊക്കെ പരിശീലിപ്പിച്ചത്. പിന്നെ എങ്ങനെയാ ശ്രുതി ഇങ്ങനെ ആവാതിരിക്കുക? ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതി കിച്ചണിൽ പണിയെടുത്തോണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നുണ്ട്. രേവതി, ഒരു കപ്പ് കോഫി എടുത്തേ. ശരി അമ്മേ. ഇതും പറഞ്ഞ് രേവതി കോഫി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എഴുന്നേറ്റില്ലേ? അവക്ക് പാർലറിൽ പോണ്ടേ? എന്തോ അറിയില്ല, ശ്രുതി കിച്ചണിലോട്ട് വന്നതൊന്നുമില്ല. എന്നാ പിന്നെ നീ എന്താ അവരെ പോയി വിളിക്കാത്തത്? അല്ല, അവർക്ക് അറിയാലോ സമയമാകുമ്പോ എഴുന്നേൽക്കാൻ. അവരെ പോയി ഞാൻ വിളിക്കേണ്ട ആവശ്യം എന്താ? അവർക്ക് നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ അവർ നേരത്തെ എഴുന്നേറ്റോളൂ. നീ എന്താടി എന്നെ പഠിപ്പിക്കാണോ? നീയെ ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി. പോയി ശ്രുതിയെ വിളിച്ചോണ്ട് വാ. പിന്നെ ശ്രുതിയെ വിളിക്കാനല്ല പറഞ്ഞത്, ശ്രുതിയെ വിളിക്കാനാ. അമ്മേ, ആരെ വേണമെങ്കിലും വിളിക്കാം, പക്ഷെ അവരിപ്പൊ നല്ല ഉറക്കത്തിലായിരിക്കും. ഇനി അവരുടെ ഉറക്കം കളിഞ്ഞാലായിരിക്കും എന്നെ ഓരോന്ന് പറയാനിരിക്കുക. അതുകൊണ്ട് അമ്മ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഇത് മാത്രം എനിക്ക് പറ്റില്ല. ഇതും പറഞ്ഞ് രേവതിയുടെ പണി തന്നെ ഏർപ്പെടുകയാണ് കേട്ടോ. ആ സമയത്താണ് ശ്രുതി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. ഇത് കണ്ടപാടെ തന്നെ ചന്ദ്രമതി അങ്ങോട്ട് ഓടുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ മുന്നിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇത്? സമയം എത്ര ആയെന്നാ? നിനക്ക് പാർലറിൽ പോണ്ടേ? അത് പിന്നെ ഞാൻ വിളിച്ച് ലീവ് പറഞ്ഞിട്ടുണ്ട്. ഇന്നെനിക്ക് ഒട്ടും വയ്യ ആന്റി. അല്ല, നീ എന്തോന്നാ പറഞ്ഞത്? ലീവ് പറഞ്ഞിട്ടുണ്ടെന്നോ? അതിന് നീ എന്തിനാ വിളിച്ച് ലീവ് പറയേണ്ട ആവശ്യം? നിന്റേതല്ലേ ആ ബ്യൂട്ടി പാർലർ? അതോ ഇനി അതും മറ്റാർക്കെങ്കിലും എഴുതി കൊടുത്തോ? എന്നോട് പറയാതെ നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ സ്വഭാവം നീ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ ഏത് സമയത്തും പൈസയുടെ കാര്യം പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. നീ എന്താ ഇപ്പൊ ആലോചിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഇവരെന്താ ഇങ്ങനെ ഏത് സമയം പൈസയുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക? ഇതല്ലേ നീ ആലോചിച്ചത്? അയ്യോ, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഇപ്പൊ ആന്റി പറഞ്ഞോണ്ടിരിക്കുന്നത്. നിർത്തടി, നീ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. അവൾക്കൊരു അച്ഛൻ മലേഷ്യയിൽ ഉണ്ടെന്ന് പറഞ്ഞു കേൾവി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഇതൊന്നും മുൻകൂട്ടി ആലോചിക്കാതെയാ നിന്നെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചത്. ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ വന്നില്ലെന്ന് കരുതി ആന്റി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? മിണ്ടടിയിരിക്കടി, ശബ്ദം താഴ്ത്തു നീ. വെറുതെ നിന്റെ മാന്യത നീ കൊണ്ട് കളയണ്ട, മറ്റുള്ളവരെ കേൾപ്പിച്ചോണ്ട്. മര്യാദയ്ക്കാണെങ്കിൽ ചന്ദ്ര മര്യാദയ്ക്കാണ്. നിന്റെ അച്ഛൻ എന്ന് വരുന്നോ അന്നായിരിക്കും ഇനി ചന്ദ്രയുടെ സ്വഭാവം മാറുക. അതുവരെ നിനക്ക് ചന്ദ്ര പുല്ല് വില ഇനി ഇവിടെ തരത്തുള്ളൂ. ആ നിൽക്കുന്നവളുണ്ടല്ലോ, അവൾക്ക് കൊടുക്കുന്ന വില പോലും ഞാൻ നിനക്ക് തരില്ലെന്നാ പറഞ്ഞത്. എന്റെ മോനെ അങ്ങനെ വഴിയാതാരാക്കാൻ ഈ ചന്ദ്രയെ കൊണ്ട് പറ്റില്ല. എന്റെ മകന്റെ ആകെയുള്ളൊരു കച്ചിത്തുരുമ്പാ നിന്റെ അച്ഛനെന്ന് പറയുന്നത്. അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിന്നാലുണ്ടല്ലോ, ചന്ദ്ര ആരാണെന്ന് അയാൾ അറിയും. ചെന്ന് പറഞ്ഞേക്ക് നിന്റെ അച്ഛനോട്. ഇനി അയാൾ ഇങ്ങോട്ട് വരാൻ ഭാവമില്ലെങ്കിൽ ഞാൻ പണം ഉണ്ടാക്കി അയാൾ അങ്ങോട്ട് കാണാൻ ചെല്ലുമെന്ന്. ആ സമയത്ത് ഒരു ഒഴിവ് ദിവസം നോക്കി വെക്കാൻ പറ. ഇത് കേട്ടപ്പോ തന്നെ ആകെ ഞെട്ടിത്തെറിച്ച് ഷോക്കായിക്കൊണ്ട് ശ്രുതി ചന്ദ്രമതിയുടെ മുഖത്തോട്ട് നോക്കുകയാണ്. എന്താ ഞെട്ടിപ്പോയോ? ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. നിന്റെ അച്ഛൻ നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരില്ല. എന്നാ ഞാൻ അങ്ങനെയല്ല, എനിക്ക് നിന്റെ അച്ഛനെ കണ്ടേ പറ്റൂ. അതിപ്പോ നിന്റെ അച്ഛനെ മലേഷ്യയിൽ പോയി കാണാനാണെങ്കിൽ അങ്ങനെ കാണും ഞാൻ. എന്നാലും എന്റെ മകന്റെ ജീവിതം സേഫ് ആവണം, എനിക്ക് അത്രേ ഉള്ളൂ. അത് പിന്നെ ആന്റി, അച്ഛൻ എന്തായാലും വരും. ആന്റി ഒന്ന് സാവകാശം താ. ഇനി എങ്ങോട്ടാടി നിനക്ക് സാവകാശം തരേണ്ടത്? ഇത്രയൊക്കെ തന്നത് നിനക്ക് പോരാ അല്ലേ? എന്ത് അച്ഛനാടി നിന്റേത്? നിന്നോട് ഒരു അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നിന്റെ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ മലേഷ്യന്നല്ല എവിടെ നിന്നാണെങ്കിലും പറന്നെത്തിയേനെ. മക്കളോട് സ്നേഹമുള്ള അച്ഛനമ്മമാരങ്ങനെയാ. അത് പിന്നെ ആന്റി, ഞാൻ പറഞ്ഞല്ലോ, എന്റെ രണ്ടാനമ്മ, അവരാണ് എല്ലാത്തിനും കാരണം.
അച്ഛൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പുറപ്പെട്ടതാ. ആ സമയത്ത് അവരെ അച്ഛനെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയത്. എന്ത് ചെയ്യാനാ ഞാന്? എനിക്ക് മറ്റൊരു നിവൃത്തിയുമില്ല. അതെ, ആ തള്ള കാരണം നിനക്ക് കിട്ടേണ്ട സ്വത്തം ആ തള്ള തന്നെ അടിച്ചു മാറ്റുവോ? അവസാനം നീയൊരു വട്ടപൂജയാ. ആന്റി പ്ലീസ്, എനിക്ക് വയ്യ ഇതിങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ. അച്ഛൻ വരുന്നെങ്കിൽ വരട്ടെ, അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാൻ വരട്ടെ. ദേ, നിന്റെ അച്ഛൻ വരട്ടെ എന്നല്ല, എനിക്ക് നിന്റെ അച്ഛനെ കാണണം. ഇനി അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ നീ ഈ പടിക്ക് പുറത്താ. കേട്ടോ ശ്രുതി? നിനക്ക് പിന്നെ ഈ ചന്ദ്രോദയത്തിൽ സ്ഥാനം ഉണ്ടാവില്ലെന്നർത്ഥം. ഇത് കേട്ട് ശ്രുതി ആകെ ഞെട്ടിത്തെരിച്ച് നിന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഏതായാലും ഇന്ന് ലീവ് എടുത്തിരിക്കല്ലേ, അപ്പൊ പിന്നെ തുടങ്ങിക്കോ. അടുക്കളയിൽ കയറി ഇന്ന് രേവതിയെ ഹെൽപ്പ് ചെയ്യുന്നീ. എന്താ? ഞാൻ രേവതി ഹെൽപ്പ് ചെയ്യാനോ? ഞാൻ എന്തിനാ രേവതി ഹെൽപ്പ് ചെയ്യണം? എന്താ നിന്റെ കയ്യിൽ വള ഊരിപ്പോവൂ അവളെ ഹെൽപ്പ് ചെയ്താല്? എനിക്കിപ്പോ നീയും അവള് ഒരുപോലെയാ. ദേ, നിന്റെ അച്ഛൻ ഇതിന് സഹകരിച്ചിരുന്നെങ്കിൽ അവരിപ്പോ എടുത്തേക്കാളും വലിയ ഹോൾ എടുത്തിട്ട് നിന്റെ ചടങ്ങ് നമുക്ക് വേറെ തന്നെയാക്കി വലുതാക്കി നടത്തായിരുന്നു. അയാള് ചടങ്ങ് നടത്താൻ വേണ്ടിട്ട് ആകെപ്പാടെ കുറച്ച് കാശ് അയച്ചേന്നേക്കുക. ഒരുമാതിരി പിച്ചക്കാരെ പോലെ 75,000 കുണുവ. ഈ 75,000 അയക്കുന്ന നേരം കൊണ്ട് അയാൾക്ക് 1 ലക്ഷമെങ്കിലും അയക്കാൻ പാടില്ലായിരുന്നു. കഷ്ടമുണ്ട് ശ്രുതി നിന്റെ അച്ഛന്റെ കാര്യം. അത് പിന്നെ എന്റെ രണ്ടാനമ്മയ്ക്ക് അതിലൊക്കെ ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് അവരെന്റെ അച്ഛനെ കൊണ്ട് വിടിപ്പിക്കത്തുള്ളൂ. നിന്റെ രണ്ടാനമ്മയെ കൊല്ലണം എന്നെങ്കിൽ മാത്രം കാര്യങ്ങൾ നടക്കൂ. നിന്റെ അച്ഛൻ ഒറ്റയ്ക്കങ്ങ് ജീവിച്ചാ പോരായിരുന്നു. ഇപ്പൊ ഒരുത്തിയെ കെട്ടിയതുകൊണ്ട് എന്തായി? നിന്നെ കാണാൻ പോലും അങ്ങേർക്ക് വരാൻ പറ്റതായില്ലേ? ഇനി എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതെ, കിച്ചണിൽ ചെന്ന് സഹായിക്കണ്ട. നീ ഇവിടുത്തെ നില ഒന്ന് അടിച്ചു തുടക്കി. ആ പിന്നെ മോപ്പെടുത്ത് തുടക്കണ്ട, തുണിയെടുത്ത് കുനിഞ്ഞു നിന്ന് താഴെ തറ മുഴുവനായിട്ട് തുടയ്ക്കണം. അയ്യോ, കുനിഞ്ഞെന്ന് തുടയ്ക്കാനോ? എനിക്ക് പറ്റില്ല. എന്താടി നിനക്ക് ചെയ്താല്? ചെയ്തില്ലെങ്കിൽ ചന്ദ്രക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം. ദേ, ഞാൻ പറഞ്ഞതാ, നിന്നെ കൊട്ടി പുറത്താക്കി വാതിലടിക്കും ഞാൻ. മറ്റുള്ളവർ കേൾക്കുന്നതിനേക്കാളും നല്ലത് നിനക്ക് പെട്ടെന്ന് അതൊക്കെ ചെയ്യുന്നതാ. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ആകെ പട വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, പെട്ടെന്ന് ചെയ്യാൻ നോക്കടി. ഇതും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ വെള്ളവും തുടയ്ക്കാനുള്ള തുണിയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കണ്ടപ്പോ രേവതി ചോദിക്കുന്നുണ്ട്, അയ്യോ ശ്രുതി, നീ ഇതെങ്ങോട്ടാ? ഞാൻ ഇന്ന് രാവിലെ എല്ലായിടത്തും തുടച്ചതാണല്ലോ, ഇനി എന്തിനാ തുടയ്ക്കുന്നത്? അത് പിന്നെ രേവതി, ഇവിടെ തുടച്ചിട്ട് അങ്ങനെ വൃത്തിയായില്ല, ഒന്നുകൂടി തുടയ്ക്കാന്ന് കരുതി. എന്താ ഇതെന്തു പറ്റി ശ്രുതിക്ക്? ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ രണ്ടുപേരും കൂടി കുശലം പറഞ്ഞു നിൽക്കുന്നത്? നിങ്ങൾക്ക് പണിയൊന്നും ഇല്ല തീർക്കാൻ? എന്താ ശ്രുതി ഇവിടെ തന്നെ നിൽക്കുന്നത്? അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ആന്റി, രേവതി രാവിലെ തന്നെ അതൊക്കെ കഴിച്ചതാണെന്നാ പറയുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി. എന്നാ ഇത് കേട്ട് സച്ചി കൈ കൊട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആഹാ, നല്ല കാണാൻ പറ്റില്ലെന്ന് ഞാൻ കരുതിയ കാഴ്ചയെപ്പി, പക്ഷെ ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും എന്റെ പൗഡർ എടുത്തിട്ട് ഒരു കഷ്ടപ്പാട്. എന്റെ പൗഡർ എടുത്തി വാടകയ്ക്ക് വല്ല അച്ഛനെയും വിളിച്ച് ഇങ്ങോട്ട് വരാൻ നോക്ക്. എന്നാലേ നിങ്ങൾക്ക് ദേ ഈ നിൽക്കുന്ന ഇവരിൽ നിന്ന് രക്ഷയുണ്ടാവത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് വട്ടപൂജ ഇവിടുത്തെ സ്ഥാനം. എന്നാ ഇത് കേട്ടിട്ട് അവര് രണ്ടുപേരും പരിഹസിച്ചോണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അങ്ങോട്ട് രവി വരുന്നത്. ആഹാ, ഇതെന്ത് കാഴ്ച! ശ്രുതി ജോലി എടുക്കുന്നോ? അത് പിന്നെ അച്ഛാ. എന്തായാലും മോൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നി തുടങ്ങിയല്ലോ. രേവതി മോൾക്ക് ഒരു സഹായം ആയിക്കോളും. ഓക്കെ, എന്തായാലും രേവതി ഇനി അടുത്ത പണി 8ന്റെ പണിയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കിടലൻ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.